മഴ നന്നായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോഴെങ്കിലും ഒരു ചെറിയ മടുപ്പ് മഴയോടും കാറ്റിനോടും വെള്ളത്തോടും ഒക്കെ നമുക്ക് തോന്നാനുള്ള സാധ്യത ഏറെയാണ്. പക്ഷേ ഏതൊരു രംഗത്തും കൃത്യമായ അദബുകൾ പഠിപ്പിച്ച ദീനുൽ ഇസ്ലാം ഈ രംഗത്തും നമ്മുടെ മാനസികാവസ്ഥ എന്തായിരിക്കണമെന്ന് കൃത്യമായി പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പലരും ആഗ്രഹിക്കുന്നത് അവർ യാത്ര തുടങ്ങുമ്പോൾ അവർക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടേക്ക് എത്തുന്നത് വരെ മഴ പെയ്യരുത് എന്നാണ്. അങ്ങനെ ഓരോരുത്തരും ആഗ്രഹിക്കുകയും ആ ആഗ്രഹം നടപ്പിലാവുകയും ചെയ്താൽ നമുക്ക് മഴ ലഭിക്കുമോ? സുഹൃത്തുക്കളെ, അതിനുള്ള പ്രതിരോധ മാർഗങ്ങൾ നാം സ്വീകരിക്കുക എന്നത് മാത്രമേ പരിഹാര മാർഗമായിട്ടുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അനുഗ്രഹമായി ചൊരിയുന്ന മഴ, അതിൻ്റെ ഖൈർ നമുക്ക് ലഭിക്കാനും അതിൻ്റെ ശർറിൽ നിന്ന് രക്ഷപ്പെടാനുമുള്ള പ്രാർത്ഥനകളാണ് നാം ഓരോരുത്തരും നടത്തേണ്ടത്. മഴ പെയ്തുകൊണ്ടിരിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കുമായിരുന്നു, അല്ലാഹുമ്മ സ്വയ്യിബൻ നാഫിഅ, ഉപകാരമുള്ള രീതിയിൽ അള്ളാഹുവേ ഈ മഴ കോരി ചൊരിയണമേ, ഈ മഴ ഞങ്ങൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാക്കി തരണമേ എന്ന് അവിടുന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. മഴ അധികമാവുകയും പ്രയാസമുണ്ടാകുമോ എന്ന് ഭയപ്പെടുകയും ചെയ്യുമ്പോൾ അവിടുന്ന് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ ഹൗലന അല്ലാഹുമ്മ ഹവാലൈന വലാ അലൈന, അല്ലാഹുമ്മ ഹവാലൈന, അല്ലാഹുവേ ഞങ്ങൾക്ക് ചുറ്റും ഉപകാരപ്പെടുന്ന രീതിയിലേക്ക് ഈ മഴയെ ആക്കി തരണമേ, വലാ അലൈന, ഞങ്ങൾക്കെതിരാകുന്ന രീതിയിൽ ഞങ്ങൾക്ക് അപകടമാകുന്ന രീതിയിൽ ഈ മഴയെ നീ ആക്കല്ലേ, അല്ലാഹുമ്മ അലൽ ആഖാമി വൽ ദിറാബ് വബുതൂനിൽ ഔദിയതി വമനാബിത്തിശ് ശജർ, അല്ലാഹുവേ മരങ്ങളുടെ വേരുകൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ താഴ്വരകളിൽ കുന്നിൻ പുറങ്ങളിൽ ഉപകാരപ്പെടുന്ന മറ്റു പ്രദേശങ്ങളിൽ ഈ മഴ നീ ഞങ്ങൾക്കാക്കി തരണമേ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എന്നാണ്. മഴ പെയ്തു കഴിഞ്ഞാലും ഒരു വിശ്വാസി പറയേണ്ടത് മുതിർനാ ബിഫദ്ലില്ലാഹ്, അല്ലാഹുവിൻ്റെ ഔദാര്യം കൊണ്ട് അവൻ്റെ അനുഗ്രഹം കൊണ്ട് അവൻ്റെ പ്രത്യേകത കൊണ്ട് ഇതാ ഞങ്ങൾക്ക് മഴ ലഭിച്ചിരിക്കുന്നു, വറഹ്മതിഹി, അവൻ്റെ കാരുണ്യമാണ് ഈ മഴ എന്നാണ് മഴ പെയ്തു കഴിഞ്ഞാലും. അതല്ലാതെ ഈ പണ്ടാരമൊന്ന് തീർന്നു കിട്ടി, ഒരാശ്വാസമായി എന്നിങ്ങനെ നമുക്ക് റബ്ബിൻ്റെ അനുഗ്രഹത്തോടൊരു മടുപ്പ് തോന്നുന്ന രീതിയിൽ, ഒരു വെറുപ്പ് തോന്നുന്ന രീതിയിൽ വാക്കുകളോ പ്രയോഗങ്ങളോ ഒരു മനസ്സിൻ്റെ തോന്നൽ പോലും വിശ്വാസികളെ നമുക്കുണ്ടാകാൻ പാടില്ല. ഇടിയും മിന്നലും ഉണ്ടാകുമ്പോൾ സ്വഹാബത്ത് മൗനം ദീക്ഷിക്കും. എന്നിട്ട് അവിടുന്ന് പറയും, സുബ്ഹാനല്ലദീ യുസബ്ബിഹു റഅദു ബിഹംദിഹി വൽ മലായികതു മിൻ ഖീഫതിഹി എന്ന് പറയുകയാണ് സ്വഹാബത്ത് ചെയ്തിരുന്നത് എന്ന് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. അതിശക്തമായ കാറ്റടിച്ചാൽ പോലും അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഖൈറഹാ, അല്ലാഹുവേ ഈ കാറ്റ് കൊണ്ടുള്ള നന്മ നീ ഞങ്ങൾക്ക് നൽകണമേ, വഅഊദു ബിക മിൻ ശർരിഹാ, ഈ കാറ്റ് കൊണ്ടുണ്ടാകുന്ന ഷെറിൽ നിന്ന്, അപകടത്തിൽ നിന്ന്, ആപത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുക എന്നല്ലാതെ കാറ്റിനെ, മഴയെ ശപിക്കുന്ന, വെള്ളത്തെ ഒരു ഉപദ്രവമായി കാണുന്ന അവസ്ഥ ഒരിക്കലും നമുക്കുണ്ടാകരുത്. അല്പം ബുദ്ധിമുട്ടിയാണ് ഇന്ന് നാം ജുമുഅക്ക് വന്നത്, അപ്പോൾ കൂടുതൽ പ്രതിഫലം കിട്ടുമെന്നല്ലാതെ നമുക്കൊരിക്കലും ഈ ഇബാദത്തുകളോട് ഒരു വെറുപ്പോ ഒരു മടുപ്പോ തോന്നല്ലേ എന്ന് സാന്ദർഭികമായി ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളമായി ഇബാദത്തുകൾ ചെയ്തുകൊണ്ട് അവനിലേക്ക് അടുക്കുന്ന നല്ല അടിമകളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ.